CPMന്റെ പ്രചാരണത്തിന് ദേവസ്വം ബോർഡ് ക്ഷേത്രക്കുളത്തിലെ മണ്ഡപം. തിരുവനന്തപുരം ശ്രീവരാഹം ക്ഷേത്രത്തിലെ ഗോപുരത്തിന്റെ ഉയരത്തിൽ ചെഗുവേരയുടെ ചിത്രം പതിപ്പിച്ച ചെങ്കൊടിയാണ് പാറിക്കളിക്കുന്നത്. ദേവസ്വം ബോർഡ് ക്ഷേത്രത്തിലും ക്ഷേത്ര പരിസരത്തും രാഷ്ട്രീയ പാർട്ടികളുടെ ചിഹ്നങ്ങൾ പ്രദർശിപ്പിക്കാൻ പാടില്ലെന്ന കർശന നിർദ്ദേശം നിലനിൽക്കുമ്പോഴാണ് ഗുരുതരമായ നിയമലംഘനം. വിവരങ്ങളുമായി ടിൻഡു ദാസ് ഒപ്പം ചേരുന്നു. ടിൻഡു, കണ്ണൂരിൽ പല വാർത്തകൾ നമ്മൾ കേട്ടു. ഘോഷയാത്രയ്ക്കിടെ ചെഗുവേരയുടെ ചെങ്കൊടി ഉയർത്തിപ്പിടിച്ചു പോകുന്നത് കണ്ടു. ഇൻഗുലാബ് സിന്ദാബാദ് കലശം വരവിനിടെ നമ്മൾ കണ്ടു. മാത്രമല്ല, ഈ സൂരജ് വധക്കേസിലെ മുഴപ്പിലങ്ങാട് സൂരജ് വധക്കേസിലെ പ്രതികളുടെ ചിത്രം പോലും പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര കണ്ടു. ഈ കൊല്ലത്ത് വിപ്ലവ ഗാനം നമ്മൾ കേട്ടു. ഇതിപ്പോൾ തിരുവനന്തപുരത്ത് ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രത്തിലെ ഗോപുരത്തിന് മുകളിൽ ചെഗുവേരയുടെ ചെങ്കൊടി എങ്ങനെ പാറിക്കളിക്കുകയാണ്. വിവരങ്ങൾ. തീർച്ചയായിട്ടും കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് വിവിധ ക്ഷേത്രാങ്കണങ്ങളിൽ പാർട്ടി ചിഹ്നങ്ങളും ചുവന്ന ചെങ്കൊടിയൊക്കെ അങ്ങനെ പാറിക്കളിക്കുന്ന കാഴ്ച തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശം നിലനിൽക്കുകയാണ്. കാരണം നമുക്കറിയാം, കൊല്ലം കടയ്ക്കൽ ദേവീ ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് വിപ്ലവഗാനം അവതരിപ്പിച്ച സംഭവത്തിൽ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും അതിരൂക്ഷ വിമർശനമാണ് സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും ഏൽക്കേണ്ടി വന്നത്. അതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു ഗുരുതരമായിട്ടുള്ളൊരു നിയമലംഘനമെന്ന് തന്നെ പറയാം. ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ളൊരു നിയമലംഘനം തിരുവനന്തപുരത്ത് നഗരഹൃദയത്തിൽ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ഏതാനും ഒരു കിലോമീറ്റർ മാറിയുള്ള ശ്രീവരാഹം ക്ഷേത്രത്തിന്റെ ക്ഷേത്രക്കുളത്തിലെ മണ്ഡപത്തിൽ കാണാൻ സാധിക്കുന്നത്. ശ്രീവരാഹം ക്ഷേത്രത്തിൽ നിന്നും നേരെ ഇറങ്ങുന്നത് ക്ഷേത്രക്കുളത്തിലേക്കാണ്. അതായത് 50 മീറ്റർ നീളം പോലും 50 മീറ്റർ പോലും അകലെയല്ല ഇത്തരത്തിലൊരു ഗുരുതരമായിട്ടൊരു പ്രശ്നം നമുക്ക് കാണാൻ സാധിക്കുന്നത്. ക്ഷേത്രത്തിന്റെ ഗോപുരത്തിനേക്കാളും ഉയരത്തിലാണ് ക്ഷേത്രക്കുളത്തിലെ മണ്ഡപത്തിലുള്ള ഈ ഒരു മണ്ഡപത്തിന് മുകളിലെ ഗോപുരത്തിലായിട്ട് ഒരു വലിയൊരു ചെങ്കൊടി, ഇത് ചെഗുവേരയുടെ ചിത്രമാണ് പതിപ്പിച്ചിട്ടുള്ളത്. ചെഗുവേരയുടെ കറുത്ത പ്രിന്റോടടങ്ങിയ ചിത്രം ചുവന്ന കൊടിയിൽ പതിപ്പിച്ച രീതിയിൽ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. അത്തരത്തിൽ ആ ക്ഷേത്രക്കുളത്തിന്റെ ഒത്ത നടുക്ക് അല്ലെങ്കിൽ ആ മണ്ഡപത്തിന്റെ ഏറ്റവും മുകളിലായിട്ട് ഈ കൊടി സ്ഥാപിച്ചിട്ടുള്ളത്. ഏറ്റവും പ്രധാനമായിട്ടുള്ള പ്രശ്നമെന്ന് പറയുന്നത് ശ്രീവരാഹം ക്ഷേത്രത്തിനും അതോടൊപ്പം ഈ ശ്രീവരാഹം ക്ഷേത്രത്തിന് ഈ കുളത്തിന്റെ അപ്പുറത്തെ സൈഡിലായിട്ട് ഒരു ഗണപതി ക്ഷേത്രവുമുണ്ട്. അപ്പോൾ ഈ രണ്ട് ക്ഷേത്രങ്ങളുടെയും നടുവിലായിട്ട്, ഈ രണ്ട് ക്ഷേത്രങ്ങളുടെയും ഗോപുരങ്ങളുടെ മുകളിലായിട്ടാണ് ഇത്തരത്തിലൊരു കൊടി സ്ഥാപിച്ചിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ശ്രീവരാഹം ക്ഷേത്രം എന്ന് പറയുന്നത് ദേവസ്വം ബോർഡിന് കീഴിൽ വരുന്നൊരു ക്ഷേത്രമാണ്. ഇവിടുത്തെ ഉപദേശക സമിതി എന്ന് പറയുന്നത് ഈ CPM അനുകൂലികളായിട്ടുള്ള ആളുകളാണ് ഇവിടുത്തെ ഉപദേശക സമിതി. ഈ ഉപദേശക സമിതിയിൽ ഒരുപാട് തർക്കങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. ഈ തർക്കങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഓംബുഡ്സ്മാനും മറ്റുമൊക്കെ ഇത്തരത്തിൽ ഈ ഭരണസമിതി അല്ലെങ്കിൽ ഇത്തരത്തിൽ ഉപദേശക സമിതിയോട് ഈ വിശദ വിവരങ്ങളൊക്കെ തേടിയിട്ടുണ്ട്. അപ്പോൾ ആ ഉപദേശക സമിതിയുടെയൊക്കെ അറിവോടുകൂടിയാണോ ഇത്തരത്തിലുള്ളൊരു ഈ ഗുരുതരമായിട്ടുള്ളൊരു കുറ്റം നടന്നിട്ടുള്ള, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള നിയമലംഘനം നടന്നിട്ടുള്ളത് എന്നാണ് നമ്മൾ അറിയേണ്ടത്. നമ്മളിന്നലെ അവിടെ ദൃശ്യങ്ങൾ എടുക്കാൻ പോകുന്ന സമയത്തും ഇത്തരത്തിൽ CPM അനുകൂലികളായിട്ടുള്ള ആളുകൾ എപ്പോഴും ഈ ക്ഷേത്രത്തിലും ക്ഷേത്ര പരിസരത്തും ഒക്കെ കറങ്ങിത്തിരിയുന്നവരാണ്. അപ്പോൾ നമുക്ക് പോയൊരു അല്ലെങ്കിൽ അത്രയും ഉറപ്പോട് കൂടി പോയൊരു ദൃശ്യങ്ങൾ എടുക്കാനോ ഒന്നും കഴിയുന്ന സാഹചര്യമില്ല. എന്നാലും അവിടെ നടക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു ഗുരുതരമായിട്ടുള്ള നിയമലംഘനം തന്നെയാണ്. ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും കർശനമായിട്ടുള്ള നിർദ്ദേശം നിലനിൽക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു പാർട്ടിയുടെ ചിഹ്നം അല്ലെങ്കിൽ പാർട്ടി അനുഭാവത്തിൻ്റെ ഒരു ചിഹ്നം പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു വലിയൊരു ചെങ്കൊടി അവിടെ ഈ ക്ഷേത്ര ഗോപുരത്തിന് മുകളിലായിട്ട് സ്ഥാപിച്ചിട്ടുള്ളതെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് അത് ഈ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പരിസരത്തുള്ള കെട്ടിടങ്ങളിലേക്ക് മുകളിൽ കയറി നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ക്ഷേത്രത്തിന്റെ മുകളിലായിട്ടാണ് ഈ കൊടി പാറിക്കളിക്കുന്നത്. അവിടുത്തെ ലോക്കൽ CPM നേതാക്കൾ അല്ലെങ്കിൽ ലോക്കൽ CPM അനുഭാവികളായിട്ടുള്ള ആളുകളാണ് ഇതിന് പിന്നിൽ എന്താ നമുക്ക് പറയാൻ സാധിക്കും. ഇതിനെതിരെ ഹൈന്ദവ സംഘടനകളൊക്കെ എതിർപ്പുമായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇത്തരത്തിൽ ഈ കൊടി അവിടെ തന്നെ തുടരാനാണ് ഉദ്ദേശമെങ്കിൽ അത് എടുത്തു മാറ്റിയില്ല എങ്കിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളിലൊക്കെ പോകുമെന്ന് ഹൈന്ദവ സംഘടനകളും അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ക്ഷേത്രങ്ങൾ ഇത്തരത്തിൽ പ്രചരണ വേദികളാക്കുമ്പോൾ, ക്ഷേത്രങ്ങൾ ഇത്തരത്തിൽ ഇടത് പ്രചാരണ വേദികളാക്കുമ്പോഴൊക്കെ ഹൈക്കോടതിയുടെ നിർദ്ദേശങ്ങൾ നിലനിൽക്കുമ്പോൾ സർക്കാർ ഇതിനൊക്കെ പുല്ലുവിലയാണ് നൽകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതും ദേവസ്വം
ദേവസ്വം ബോർഡിന് കീഴിൽ വരുന്ന ക്ഷേത്രം. ദേവസ്വം ബോർഡ് പലപ്പോഴും പറയുന്ന ഇത്തരത്തിൽ രാഷ്ട്രീയപരമായിട്ടും ചിഹ്നങ്ങളൊന്നും ക്ഷേത്രത്തിൻ്റെ പരിസരത്തിലും പാടില്ല, അത് അനുവദിക്കില്ല എന്ന് പല ഘട്ടത്തിൽ ദേവസ്വം ബോർഡ് പറയുമ്പോഴും ഇത്തരത്തിൽ CPM-ന്റെ അനുകൂല ഉപദേശക സമിതിയുള്ള അത്തരത്തിൽ സംഘടനകളുള്ള ക്ഷേത്രങ്ങളിലൊക്കെ നടക്കുന്നത് ഈ ഗുരുതരമായിട്ടുള്ള നിയമലംഘനമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. കൃഷ്ണരാജ്, ടിൻഡു, ഇത് ഈ ചെഗുവേരയെ കുടിയിരുത്താനുള്ള ഇടമല്ലെന്ന് എല്ലാവർക്കും അറിയാം. ഈ ക്ഷേത്രങ്ങൾ പിടിച്ചെടുക്കുക എന്ന പാർട്ടിയുടെ പുതിയ ശൈലി, അതിൻ്റെ മറ്റൊരു ഉദാഹരണമോ നമ്മൾ ഈ കാണുന്നത്? തീർച്ചയായിട്ടും നമുക്ക് അത്തരത്തിൽ തന്നെ പറയാൻ സാധിക്കും. ഒരുപക്ഷെ നഗരത്തിൻ്റെ ഹൃദയഭാഗത്തുള്ള ക്ഷേത്രം ഒരുപാട് ആളുകൾ, പ്രധാനമായിട്ടും ആഘോഷങ്ങളിലൊക്കെ ഒരുപാട് ആളുകൾ വരുന്നൊരു ക്ഷേത്രവും കൂടിയാണ് ഈ ശ്രീവരാഹം ക്ഷേത്രം. അതോടൊപ്പം തന്നെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അടുത്തായതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ ഒരുപക്ഷെ ഈ തിരുവനന്തപുരത്തു നിന്നല്ലാതെ പുറത്തു നിന്നുള്ള ജില്ലയിൽ നിന്നുള്ള ആളുകളൊക്കെ കൂടുതൽ വരുന്നൊരു ക്ഷേത്രവും കൂടിയാണ്. അപ്പോൾ ഈ ക്ഷേത്രങ്ങൾ പിടിച്ചെടുക്കുന്ന ഒരു അജണ്ട തന്നെ CPM-ന്റെ അല്ലെങ്കിൽ ഇടത് അനുയായികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ പറയേണ്ടി വരും. കാരണം നമ്മളറിയാം, ഈ നേരത്തെ കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ കണ്ണൂർ പോലുള്ള പ്രദേശങ്ങളിലൊക്കെ ഇതൊക്കെ പതിവ് കാഴ്ചയാണ്. ഈ ഘോഷയാത്രകളിൽ കലശം പോകുമ്പോഴൊക്കെ ഇത്തരത്തിൽ ക്ഷേത്ര ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്നതൊക്കെ ഇടത് പ്രചാരണ വേദികളാക്കുന്നത് പതിവ് കാഴ്ചയാണ്. അതിന് സമാനമായിട്ട് തന്നെയാണ് ഇപ്പോൾ കൊല്ലത്ത് നമ്മൾ കണ്ടത്. അതിനുശേഷം ഇപ്പോൾ തിരുവനന്തപുരത്തും ഇത്തരത്തിൽ കാണാൻ സാധിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഗുരുതരമായിട്ടുള്ളൊരു കുറ്റമാണ്. ഒരുപക്ഷെ അതൊരു നിയമവശം പരിശോധിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അത് ഏറ്റവും വലിയൊരു നിയമലംഘനം, ഹൈക്കോടതിയുടെ നിർദ്ദേശം തള്ളിക്കളഞ്ഞുകൊണ്ട് ഹൈക്കോടതിയെ പുല്ലുവില വഹിച്ചുകൊണ്ട് ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഹൈന്ദവ ആചാരങ്ങളെയൊക്കെ ഇത്തരത്തിൽ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് അവിടെയൊക്കെ പാർട്ടിയുടെ പ്രചാരണ വേദികളാക്കാനും ഹൈന്ദവ ആചാരങ്ങളെ തള്ളിക്കളയാനും ഒക്കെ ശ്രമിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഈ കൊടി അത്തരത്തിൽ സ്ഥാപിച്ചവരെ അല്ലെങ്കിൽ അത്തരത്തിൽ സ്ഥാപിക്കുന്ന സമയത്ത് ഈ ക്ഷേത്ര ഭാരവാഹികൾ, ദേവസ്വം ബോർഡിൻ്റെ ഭാരവാഹികൾ അവിടെ ഉണ്ടായിരുന്നില്ല എന്നതാണ് ഏറ്റവും അത്ഭുതകരമായിട്ടുള്ള കാര്യം. കാരണം നമുക്കറിയാം, ആ ക്ഷേത്രം എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു ക്ഷേത്രക്കുളം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 1/2 ഏക്കർ വരുന്നൊരു ക്ഷേത്രക്കുളമാണ്. ആ ക്ഷേത്രക്കുളത്തിൻ്റെ നടുക്കാണ് ഇത്തരത്തിലൊരു മണ്ഡപമുള്ളത്. അത് ഈ ശ്രീവരാഹം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ മറ്റു ക്ഷേത്രങ്ങളിലൊക്കെ ഉള്ള പോലെയുള്ള ആചാരവുമായി ബന്ധപ്പെട്ടൊരു ക്ഷേത്രക്കുളത്തിലെ മണ്ഡപമാണ്. അത് ആ കുളത്തിൻ്റെ നടുക്കാണ് ആ മണ്ഡപം വരുന്നത്. അത് മറ്റ് ഹൈന്ദവ ആചാരങ്ങളുമായിട്ട് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഐതിഹ്യങ്ങളും മറ്റുമൊക്കെ ഉള്ളൊരു മണ്ഡപമാണ്. ഈ മണ്ഡപത്തിനകത്ത് കയറിയാണ്, അതിൻ്റെ മുകളിൽ കയറി അല്ലെങ്കിൽ ആ മണ്ഡപത്തിൻ്റെ മുകളിൽ കയറി ഇത്തരത്തിൽ കൊടി സ്ഥാപിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ കുളവും കടന്ന് ക്ഷേത്രവും കടന്നാണ് ഇത്തരത്തിലൊരു ഗുരുതരമായിട്ടുള്ളൊരു കുറ്റലംഘനം അല്ലെങ്കിൽ നിയമലംഘനം നടത്തിയിട്ടുള്ളത്. അപ്പോൾ എന്നിട്ടും അവിടുത്തെ ദേവസ്വം ബോർഡ് ഭാരവാഹികളും ക്ഷേത്ര ഭാരവാഹികളൊക്കെ മൗനം പാലിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൃഷ്ണരാജ്, തിരുവനന്തപുരം ശ്രീവരാഹം ക്ഷേത്ര ഗോപുരത്തിൽ ചെഗുവേരയുടെ ചെങ്കൊടി, ഹൈക്കോടതി ഇതിൽ കൃത്യമായ നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നിരിക്കെയാണ് ഇത് കാണുന്നത്. അങ്ങനെ ക്ഷേത്രങ്ങളിൽ പരിസരങ്ങളിലൊന്നും രാഷ്ട്രീയ പാർട്ടികളുടെ ചിഹ്നങ്ങളൊന്നും പാടില്ല എന്ന് പറഞ്ഞിട്ടും അതനുസരിക്കാൻ സഖാക്കൾ തയ്യാറാകുന്നില്ല. വിവരങ്ങൾ നൽകുകയായിരുന്നു ടിൻഡു ദാസ്.